ഞാൻ ഡോക്ടർ കൃഷ്ണകുമാർ. +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് വേണ്ടിയുള്ള ബേസിക് ലെസൺസിന്റെ ഭാഗമായി ഇപ്പോൾ എടുക്കുന്ന ക്ലാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന ടേമാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള വാക്ക് ഫിസിക്സിൽ എപ്പോഴും വരുന്നതാണ്. ഇത് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരെണ്ണമാണ്. ഇനി എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് നോക്കാം. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇവ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരുപോലെ ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുമ്പോൾ ഒരുപോലെ ഡിക്രീസ് ചെയ്യുക, 0 ആവുമ്പോൾ രണ്ടും 0 ആവും. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയാം. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒരുപോലെ മാറിക്കൊണ്ടിരിക്കണം. ഒന്ന് ഡബിൾ ആവുമ്പോൾ അടുത്തതും ഡബിൾ ആവണം. ഒന്ന് 3 ടൈംസ് ആവുമ്പോൾ അടുത്തതും 3 ടൈംസ് ആവണം. ഒരെണ്ണം 10 ടൈംസ് ആയാൽ അടുത്തത് 10 ടൈംസ് ആവണം. അതോടൊപ്പം ഒരെണ്ണം പകുതി ആയാൽ അടുത്തതും പകുതി ആവണം. ഈ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്ന അതേ റേറ്റിൽ തന്നെ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ചേഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന് കൊടുക്കുന്ന സിമ്പൽ ഈ കാണുന്നതാണ്. ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് നമുക്കിത് വ്യക്തമാക്കാം. എക്സാമ്പിൾ ഒന്നും ഇല്ലാതെ ഈ കാര്യം പറഞ്ഞാൽ ഒരു വിധത്തിലും ബിഗിനേഴ്സിന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ ഉൾപ്പെടെയാണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുന്നെന്ന് വിചാരിക്കുക. ഷർട്ടിന്റെ തുണി വാങ്ങാനായിട്ട് നമ്മൾ പോകുന്നു. നിത്യ ജീവിതത്തിലെ ഒരു അനുഭവം പറയുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാവും. ഫിസിക്സിലെ കാര്യം നമുക്ക് രണ്ടാമത് പഠിക്കാം. അപ്പൊ ഈ ടെക്സ്റ്റൈൽ ഷോപ്പില് ഷർട്ടിന്റെ തുണി വാങ്ങാനാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരുപാട് റോള് തുണികളുണ്ടാവും, ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും. ആ ഓരോ റോളിനും ഓരോ പ്രൈസാണ്. ഇനി നമ്മൾ ഒരു റോള് തുണി, ഇഷ്ടപ്പെട്ട തുണി എടുത്തിട്ട് അത് മുഴുവനും നമ്മൾ വാങ്ങില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം മുറിച്ച് വാങ്ങും. അപ്പോഴ് നമുക്കറിയാം തുണിയുടെ പ്രൈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പോൾ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പ്രൈസ്, അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത്. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലെങ്ത് 0 എങ്കിൽ പ്രൈസ് 0. ശരിയല്ലേ? ടെക്സ്റ്റൈൽസിൽ പോയി നമ്മൾ തുണിയൊന്നും വാങ്ങുന്നില്ലെങ്കിൽ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പൊ ലെങ്ത് 0 ആവുമ്പോൾ പ്രൈസ് 0. ഇനി ഈ തുണിക്ക് 1 മീറ്റർ 40 രൂപയാണെങ്കിൽ ലെങ്ത് 1 മീറ്റർ ആവുമ്പോൾ വില എത്ര, പ്രൈസ് എത്ര? 40 റുപ്പീസ്. ഇനി ലെങ്ത് ഡബിൾ ആയി, 2 മീറ്റർ ആയി. അങ്ങനെയാണെങ്കിൽ പ്രൈസ് എത്ര വരും? 40ന്റെ ഡബിള് 80 വരും. അപ്പൊ ലെങ്ത് 3 ഇരട്ടിയായി, 3 മീറ്റർ ആയി. അപ്പൊ പ്രൈസ് 40 × 3 120 റുപ്പീസ് എന്ന് വരും. അപ്പൊ ലെങ്ത് ഡബിൾ ആവുമ്പോൾ പ്രൈസ് ഡബിൾ ആവും, നമുക്കറിയാവുന്ന കാര്യമാണ്. ലെങ്ത് 10 ടൈംസ് ആയാൽ പ്രൈസും 10 ടൈംസ് ആവും. ലെങ്ത് 0 ആയാൽ പ്രൈസ് 0 ആവും. ലെങ്ത് പകുതി ആയാൽ പ്രൈസും പകുതിയാവും. അപ്പോഴ് ഇതിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറുന്ന അതേ റേറ്റിൽ, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക്, അതേ ക്രമത്തിൽ, അതേ റേറ്റിൽ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറുകയാണെങ്കിൽ ഈ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയും. ഇനി ഫിസിക്സിൽ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്
ഒരു സംശയവുമില്ല ഈക്വൽ ടു എന്നൊരു ലെറ്റർ അവിടെ ഉണ്ടാവും, ഒരു സിമ്പൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് കെ എന്നൊരു സിമ്പൽ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ രണ്ട് ക്വാണ്ടിറ്റീസ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ, ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളതിനെ നമ്മൾ എളുപ്പത്തിന് പ്രൊപ്പോർഷണൽ എന്നങ്ങ് പറയും. അപ്പോൾ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഒരു ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും. ഫിസിക്സിൽ ഈ പ്രൊപ്പോർഷൻ വെച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊപ്പോർഷൻ എന്നുള്ളത് മാറ്റി അത് ഇക്വേഷൻ ആവണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതുകൊണ്ട് ഫിസിക്സിൽ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആരോടും ചോദിക്കേണ്ട, അടുത്ത സ്റ്റെപ്പ് ഇത് തന്നെയാണ്. അപ്പൊ പ്രൈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അതിന് കെ എന്ന് കൊടുക്കും. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാറാത്ത ഒരു സംഖ്യ, കോൺസ്റ്റന്റ് ഇൻറ്റു ലെങ്ത്. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അത് ഇക്വേഷൻ ആയിട്ട് മാറും. ഇത്രയാണ് സാധാരണ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഞാൻ പ്രത്യേകിച്ച് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കൺസെപ്റ്റ് തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിന് ഈ കെ എന്ന് പറഞ്ഞ് ഇടുന്ന സാധനം എന്താണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ കെയുടെ ഇക്വേഷൻ എഴുതണേ. അപ്പൊ ഇതിൽ നിന്ന് കെയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ പ്രൈസിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കെ കിട്ടും. അപ്പൊ കെ ഇസ് ഈക്വൽ ടു പ്രൈസ് ഡിവൈഡഡ് ബൈ ലെങ്ത്. അപ്പൊ ഈ ലെങ്ത് ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ കെ ഇസ് ഈക്വൽ ടു പ്രൈസ് ബൈ ലെങ്ത് അറിയാം. ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ 5 മീറ്റർ തുണി വാങ്ങി. അപ്പൊ ലെങ്ത് 5 മീറ്റർ, കൊടുത്ത വില 200 രൂപ. അപ്പൊ 5 മീറ്റർ ലെങ്ത്, പ്രൈസ് 200. അപ്പൊ നമുക്ക് ഈ രണ്ട് ഡേറ്റ ഇവിടെ കൊടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കെ ഇസ് ഈക്വൽ ടു പ്രൈസിന്റെ സ്ഥാനത്ത് 200 റുപ്പീസ്, ലെങ്തിന്റെ സ്ഥാനത്ത് 5 മീറ്റർ. ഫിസിക്സിൽ ഈ 200ഉം 5ഉം എഴുതുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആണ് റുപ്പീസും മീറ്ററും. യൂണിറ്റിന് ഈ ഇതിന്റെ വാല്യൂവിനോളം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം യൂണിറ്റ് എഴുതാതെ പോയാൽ ഒടുവിൽ നമുക്ക് ഇത് എന്ത് സാധനമാണെന്ന് അറിയാൻ പറ്റില്ല. അടുത്തത് 200/5 ഡിവൈഡ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. So K is equal to 40 rupees per meter. ഇവിടെ ശ്രദ്ധിക്കും, 40 rupees per meter എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 മീറ്റർ തുണിക്ക് 40 രൂപ എന്നാണ് അർത്ഥം. ഇതാണ് ഈ കോണ്ടസ്റ്റിൽ കെയുടെ മീനിങ്. അപ്പൊ കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വേഷൻ ആക്കുമ്പോൾ വരുന്ന കോൺസ്റ്റന്റ്, അതാണ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇനി ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് ഫിസിക്സിൽ നമുക്ക് ഒരു പെട്ടെന്നൊരു ഐഡിയ കിട്ടൂല. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തത്. ഇപ്പൊ നമുക്ക് കെ എന്ന് പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. എന്താണെന്ന് ചോദിച്ചാൽ ആ 1 മീറ്റർ തുണിയുടെ ചാർജ്, 1 മീറ്റർ തുണിയുടെ വില. സത്യം പറഞ്ഞാൽ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ ആയിരക്കണക്കിന്, വലിയ ഷോപ്പാണെങ്കിൽ ആയിരക്കണക്കിന് റോള് ഷർട്ടിങ് തുണികളുണ്ടാവും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ കളറും അതിന്റെ ടൈപ്പും എല്ലാം എടുത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ആ സെയിൽസിന് നിൽക്കുന്ന ആളിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെന്ത് വില, ഇതെന്ത് വിലയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു റോള് ഫുള്ള് എത്ര രൂപയ്ക്ക് തരുമെന്നല്ല, മറിച്ച് അതിന്റെ 1 മീറ്ററിന് എത്ര രൂപയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് അങ്ങനെയൊന്നും ചോദിക്കേണ്ട, ഇതിന്റെ വില എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെയിൽസ്മാനും അത് അറിയാം ഇയാൾ ചോദിക്കുന്ന ഇതാണെന്ന്. അപ്പൊ ഇതാണ് ആ ഒരു റോള് തുണിയുടെ കെ, കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. നമ്മൾ ഈ ഒരു റോള് മാറ്റിയിട്ട് വേറൊരു റോള് തുണിയാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ കെയുടെ വാല്യൂ വേറൊന്നായിരിക്കും. ചിലപ്പോ 1 മീറ്ററിന് 60 രൂപയായിരിക്കും. വേറൊരു റോള് വളരെ കൂടിയത് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 മീറ്ററിന് 150 രൂപയായിരിക്കും. അപ്പോഴ് ഒരു സംശയം വരും, കോൺസ്റ്റന്റ് എന്നല്ലേ പറഞ്ഞത് കെക്ക്? അപ്പൊ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്നുള്ള വാക്കിൽ കോൺസ്റ്റന്റ് എന്ന് കിടപ്പുണ്ടല്ലോ. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മാറുന്നില്ല എന്നല്ലേ. പിന്നെ ഇത് മാറുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഒരു സ്റ്റുഡന്റിനുണ്ടാവും. അതിന്റെ ആൻസറാ ഞാൻ വ്യക്തമാക്കി തരാം. നിങ്ങൾ എടുത്ത തുണി, സെലക്ട് ചെയ്ത തുണി, അതിന്റെ കോൺസ്റ്റന്റ് 40 രൂപ 1 മീറ്ററിന്. അത് ആ ഒരു റോളിന് മാത്രമാണ്. നിങ്ങൾ അടുത്ത വേറൊരു തുണി ഇനം സെലക്ട് ചെയ്യുമ്പോൾ അതിന് വേറൊരു കോൺസ്റ്റന്റ് ഉണ്ട്.
അപ്പൊ ഈ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എവിടെയും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണമെന്നൊന്നുമില്ല. ഫോർ ദ ടൈം ബീയിങ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഐറ്റം ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. വെൻ ദ ഐറ്റം ചേഞ്ചസ് ദ കോൺസ്റ്റന്റ് ഓൾസോ ചേഞ്ചസ്. അപ്പൊ കോൺസ്റ്റന്റ് ഒരു പ്രത്യേക കോണ്ടസ്റ്റില്, ആ കോണ്ടസ്റ്റ് മാറിയാൽ വേറൊരു കോൺസ്റ്റന്റ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഒന്നും അല്ല. പക്ഷെ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കോൺസ്റ്റന്റും വേണമെങ്കിൽ ഇവിടെ വരാം. അങ്ങനെയുള്ള കോൺസ്റ്റന്റ്സ് ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഫിസിക്സില് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഉണ്ട്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ കെമിസ്ട്രിയില് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അതുപോലെ അവഗാഡ്രോ നമ്പർ. ഈ പറയുന്ന 3 എണ്ണവും യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. അത് ഒരിക്കലും മാറില്ല. അതുപോലെ പൈ 3.1415 എന്ന് പറയുന്ന ആ പൈയുടെ വാല്യൂ അതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. ഇനി യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്സ് ആവശ്യം പോലെ ഉണ്ട്, പക്ഷെ ഇതുപോലുള്ള കോൺസ്റ്റന്റ്സ് ആണ് കൂടുതലും ഉള്ളത്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറുന്ന അതേ റേറ്റിൽ, ആ റേറ്റ് എന്നുള്ള വാക്കാണ് ഇമ്പോർട്ടന്റ്, അടുത്ത ക്വാണ്ടിറ്റി മാറുമെങ്കിൽ ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോർ എക്സാമ്പിൾ, പ്രൈസ് directly proportional to length. Price is equal to a constant into length in the case of a clothing. Then K is equal to price divided by length. If length is 5 meter, price is 200 rupees, then K is equal to 40 rupees per meter. The meaning of K is the price of 1 meter cloth. ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഒരു ദൂരയാത്ര, ഒരു ട്രിപ്പ് പോകണം. അപ്പൊ ടാക്സി സ്റ്റാൻഡിൽ ചെല്ലുന്നു. അപ്പൊ ടാക്സി സ്റ്റാൻഡിൽ ചെന്നിട്ട് അയാളുടെ അടുത്ത്, ഡ്രൈവറുടെ അടുത്ത് അതിന്റെ റേറ്റ് ഒക്കെ ചോദിക്കുന്നു. ആ ഒരു കോണ്ടസ്റ്റ് ആണ് അടുത്തത്. ഡിസ്റ്റൻസ്, ടാക്സി ചാർജ്. ഡിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞാൽ ടാക്സി നമ്മൾ കയറാനേ പോണില്ല. അങ്ങനെയാണെങ്കിൽ പൈസയൊന്നും കൊടുക്കണ്ട, ചാർജ് 0. 1 കിലോമീറ്റർ റണ്ണിങ്, അതിന് 20 രൂപ എന്ന് അയാൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ 2 കിലോമീറ്റർ പോകുന്നതിന് 40 രൂപ കൊടുക്കേണ്ടി വരും. 3 കിലോമീറ്റർ പോകുന്നതിന് 60 രൂപ കൊടുക്കേണ്ടി വരും. 4 കിലോമീറ്റർ പോകുന്നതിന് 80 രൂപ കൊടുക്കേണ്ടി വരും. 5 കിലോമീറ്റർ പോകുന്നതിന് 100 രൂപ കൊടുക്കേണ്ടി വരും. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, ടാക്സി ചാർജും കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വെറുതെ കൂടിക്കൊണ്ടിരിക്കുകയല്ല രണ്ടും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉള്ളത്, ഡിസ്റ്റൻസ് ഡബിൾ ആയി. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ആയി. അപ്പൊ ടാക്സി ചാർജ് 20 രൂപ എന്നുള്ളത് 40 രൂപയായി. ഇവിടെ ഡബിൾ ആയപ്പോ ഇവിടെയും ഡബിൾ ആയി. അടുത്തത് ഈ കോളം, ഈ റോയും നോക്കുക. 1 കിലോമീറ്റർ എന്നുള്ളത് 3 കിലോമീറ്റർ ആയപ്പോ 20 എന്നുള്ളത് 60 ആയി. ഇവിടെ 3 ടൈംസ് ആയി, ഇവിടെയും 3 ടൈംസ് ആയി. ഇവിടെ 4 ടൈംസ് ആയി, ഇവിടെയും 4 ടൈംസ് ആയി. 5 ടൈംസ് ആയി, ഇവിടെ 5 ടൈംസ് ആയി. ഇനി ഒന്നുകൂടെ നോക്കുക. ഈ 2 എന്നുള്ളത് 4 ആയി, ഡബിൾ ആയി. കണ്ടോ? ഇവിടെ 2 4 ഡബിൾ. അപ്പൊ 2ന്റെ നേരെ 40, 4ന്റെ നേരെ 80. കണ്ടോ? 40 80 ആയി, ഡബിൾ ആയി. അപ്പൊ ഇത് ഡബിൾ ആയപ്പോ ഇതും ഡബിൾ ആയി. അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറുന്ന അതേ റേറ്റിൽ തന്നെ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറുമെങ്കിൽ മാത്രമേ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ പറ്റൂ. അല്ലാതെ നമുക്ക് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വെറുതെ പറഞ്ഞുകൂടാ. ഞാനൊരു എക്സാമ്പിൾ പറയാം. കുട്ടികൾക്ക് വരുന്ന ഒരു വലിയൊരു അബദ്ധമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു, വേറൊരു ക്വാണ്ടിറ്റിയും കൂടിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ അത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റൂല. ഇത് കൂടുന്നത് ഒരേ റേറ്റിലാണെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. ഞാൻ അതിന് വേറൊരു ഉദാഹരണം എടുക്കുകയാണേ. ഇവിടെ നോക്കൂ. റേഡിയസ് ഓഫ് എ സർക്കിൾ ഇൻ സെന്റിമീറ്റർ, ഏരിയ ഓഫ് എ സർക്കിൾ ഇൻ സ്ക്വയർ സെന്റിമീറ്റർ, റേഡിയസ് സ്ക്വയർ.
ഇവിടെ ഏരിയ ഓഫ് എ സർക്കിൾ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. ഇവിടെ ഫസ്റ്റ് പവർ അല്ല, ആറിന്റെ സ്ക്വയർ ഇവിടെ വരുന്നുണ്ട്. ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ദിസ് ക്വാണ്ടിറ്റി ആർ സ്ക്വയർ. ഏരിയ ഓഫ് എ സർക്കിൾ എ ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്ക് അറിയാലോ, സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എ കോൺസ്റ്റന്റ് എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന ആ വാല്യൂ പൈ ആണ്. പൈ എന്ന് പറഞ്ഞാൽ 3.1415 എന്ന് അങ്ങ് പോകും. പക്ഷെ നമ്മൾ സൗകര്യത്തിന് 2 ഡെസിമൽ പ്ലേസ് 3.14 എന്ന് എടുത്തിരിക്കുകയാണ്. അപ്പൊ പൈ ഈസ് കാൾഡ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി പൈ ആണ്. അപ്പൊ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലെ കോണ്ടസ്റ്റിൽ നിന്ന് സയൻസിലെ കോണ്ടസ്റ്റിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു 3 കോളം ചെയ്തിട്ടുണ്ട്. റേഡിയസ് സെന്റിമീറ്ററിൽ, ഇനി റേഡിയസിന്റെ സ്ക്വയർ, അടുത്തത് ഏരിയ പൈ ആർ സ്ക്വയർ. അപ്പൊ പൈ ആർ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇവിടെ എന്തിനാണ് ഇത് പ്രത്യേകിച്ച് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ റേഡിയസ് 1 എന്നുള്ളത് 2 ആയി, ഡബിളായി. റേഡിയസ് ഡബിളായി. അപ്പോഴിവിടെ ഏരിയ ഇതിന്റെ ഡബിൾ അല്ല, ഇതിന്റെ ഡബിൾ അല്ല. 3.14ന്റെ ഡബിൾ 6.28 ആണ്, ഇത് 6.28 അല്ല. അപ്പോൾ റേഡിയസ് ഡബിൾ ആയപ്പോ ഏരിയ ഡബിൾ അല്ല, അതിനേക്കാൾ കൂടിപ്പോയി. അപ്പോ ഈ റേഡിയസും ഏരിയയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. ഇനി അടുത്തത് റേഡിയസ് 3 ടൈംസ് ആയി. അപ്പോൾ ഏരിയ 3.14ന്റെ 3 ടൈംസ് അല്ല ഇത്. ഇതിന്റെ 3 ടൈംസ് എന്ന് പറയുമ്പോൾ ഒരു 10-നടുത്ത് വരും, 10-ന് താഴെ വരും. ഇത് 28 കൂടുതലുണ്ട്. അപ്പോൾ ഇതിന്റെ 3 ടൈംസ് അല്ല ഇത്. അപ്പൊ റേഡിയസ് 3 ടൈംസ് ആയപ്പോ ഏരിയ 3 ടൈംസ് അല്ല. പക്ഷേ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു, ഇവിടെയും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒന്ന് കൂടുമ്പോ അടുത്ത ക്വാണ്ടിറ്റിയും കൂടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഒരേ റേറ്റിലല്ല കൂടുന്നത്. കൂടുന്നുണ്ട്, പക്ഷെ തോന്നിയ കണക്കാണ്. ഇത് കൂടുന്ന അതേ റേറ്റിലല്ല ഇത് കൂടുന്നത്. അതുകൊണ്ട് ആറും എയും ഏരിയയും റേഡിയസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. ഇനി അടുത്തത് ഈ കോളവും ഫസ്റ്റ് കോളം കൂടി നോക്കുക. ഇത് ആർ സ്ക്വയർ, ഇത് ഏരിയ. നമുക്കറിയാം ഏരിയയും ആർ സ്ക്വയറും പ്രൊപ്പോർഷണൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ നോക്കുക. ഇവിടെ ആർ സ്ക്വയർ 1, ഇവിടെ ആർ സ്ക്വയർ 4. അപ്പൊ ഇത് 4 ടൈംസ് ആയി, ഇതിന്റെ 4 മടങ്ങായി. അപ്പൊ ഇത് 4 മടങ്ങാവുമ്പോ ഇവിടെ നോക്കൂ, 3.14, ഇത് 12.56. ഇതിന്റെ 4 ടൈംസ് ആണിത്. 3ന്റെ 4 മടങ്ങ് 4 ടൈംസ് 12, 14ന്റെ 4 ടൈംസ് 56. അപ്പൊ 3.14ന്റെ 4 ടൈംസ് 12.56 ആണ്. അപ്പോ ആർ സ്ക്വയർ 4 ടൈംസ് ആയപ്പോ ഏരിയയും 4 ടൈംസ് ആയി. അതുപോലെ ഇത് 9 ടൈംസ് ആയി ഇവിടെ എത്തുമ്പോ. അപ്പൊ ഇതിന്റെ 9 ടൈംസ് ആയിരിക്കും ഇത്. ഒന്ന് വെറുതെ നോക്കിയാൽ മനസ്സിലാവും, ഇതിന്റെ 9 ടൈംസ് വരുന്നത്. അപ്പോൾ ഏരിയയും ആർ സ്ക്വയറും ആണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അല്ലാതെ ഏരിയയും ആറും അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒന്ന് കൂടുമ്പോൾ അടുത്തതും കൂടുന്നു എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ പറ്റൂല. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയണമെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൂടുന്ന അതേ ക്രമത്തിൽ അതേ റേറ്റിൽ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കൂടണം. അല്ലാതെ ഇറഗുലർ ആയിട്ട് കൂടിയാൽ പോരാ, ആ ഒരു റെഗുലാരിറ്റി വേണം. ഇനി ഇവിടെ ഗ്രാഫ് വരച്ചിരിക്കുന്ന നോക്കുക. ഏരിയ എക്സ് ആക്സിസിലും റേഡിയസിന്റെ സ്ക്വയർ വൈ ആക്സിസിലും ചേർത്ത് ഗ്രാഫ് വരച്ചിരിക്കുന്നു. ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നതിന്റെ ഒരു മുഖമുദ്രയാണ്. അടുത്തത് നമ്മുടെ ആദ്യത്തെ ഗ്രാഫിലോട്ട് വീണ്ടും വരാം. ഈ ഗ്രാഫിലെ ഡിസ്റ്റൻസ്, ടാക്സി ചാർജ്,
ഡിസ്റ്റൻസ് ഡബിൾ ആയി, ടാക്സി ചാർജ് ഡബിൾ ആയി. ഡിസ്റ്റൻസ് 3 ടൈംസ് ആയി, 3 ടൈംസ് ആയി. ഡിസ്റ്റൻസ് 5 ടൈംസ് ആയി, ടാക്സി ചാർജ് 5 ടൈംസ് ആയി. അപ്പോൾ ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി ഇവിടെ ഒരു കെ ഉണ്ട്. ആ കെ എന്ന് പറഞ്ഞാൽ ഇതാ നോക്കൂ, ടാക്സി ചാർജ്, ഈ കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ടാക്സി ചാർജിനെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതാ ഇവിടെ നോക്കൂ, കെ ഇസ് ഈക്വൽ ടു ടാക്സി ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. അപ്പോൾ ടാക്സി ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ടാക്സി ചാർജ് പെർ കിലോമീറ്റർ. 1 കിലോമീറ്റർ ദൂരം മൂവ് ചെയ്യുന്നതിന് എന്തുമാത്രം ടാക്സി ചാർജ് കൊടുക്കണം, അതാണ് ഇവിടുത്തെ കെയുടെ വാല്യൂ. അപ്പൊ ഈ ടാക്സി സ്റ്റാൻഡിൽ വേറെ വണ്ടി ഉണ്ടാവും. ഒരുപാട് സീറ്റ് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ 1 കിലോമീറ്റർ ഓടുന്നതിന് ടാക്സി ചാർജ് വേറെ ആയിരിക്കും. അപ്പൊ ഒരു ടാക്സി ചാർജ് പെർ കിലോമീറ്റർ എന്ന് പറയുന്ന ഈ കോൺസ്റ്റന്റ് എല്ലാ വണ്ടിക്കും ഒന്നല്ല, എല്ലാ സ്റ്റാൻഡിലും ഒന്നല്ല. ഇത് മാറും. ഒരു പ്രത്യേക വണ്ടിക്ക് മാത്രമാണ് ഈ കോൺസ്റ്റന്റ്. ആ സാഹചര്യം മാറുമ്പോൾ ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ മാറുന്നു. ഇവിടെ നോക്കൂ, ഇത് രണ്ടും ചേർത്ത് ഗ്രാഫ് വരയ്ക്കുന്നു. ഈ ഗ്രാഫ് ഞാൻ എക്സൽ ഷീറ്റിൽ കമ്പ്യൂട്ടറിൽ തന്നെ വരച്ച ഗ്രാഫാണ്. ഇവിടെ ഡിസ്റ്റൻസ് y ആക്സിസിലും ടാക്സി ചാർജ് x ആക്സിസിലും എടുത്ത് ഗ്രാഫ് വരയ്ക്കുന്നു. ഇവിടെയും ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടും. അപ്പോൾ ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് അത് രണ്ടും കണക്ട് ചെയ്യുന്ന ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ ഇനി സ്റ്റുഡൻസിന് ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ട് വരും, ഈ ടാക്സി ചാർജ് y ആക്സിസിലും ഡിസ്റ്റൻസ് x ആക്സിസിലും എടുത്താൽ എന്തെങ്കിലും ഗ്രാഫിന് മാറ്റം വരുമോ? ഗ്രാഫിന്റെ ചിലപ്പോൾ അതിന്റെ ഓറിയന്റേഷൻ വ്യത്യാസം വരും. ഈ നിൽക്കുന്ന പോലെ ആയിരിക്കും, ചിലപ്പോൾ വേറൊരു ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും, യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് x ആക്സിസിൽ ഏത് വേണേലും എടുക്കാം, y ആക്സിസിൽ ഏത് വേണേലും എടുക്കാം, നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ നേരത്തെ എടുത്ത ഫിഗറിലോട്ട് പോവാം. ഇവിടെ ഈ ഏരിയയും റേഡിയസിന്റെ സ്ക്വയറും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് റേഡിയസിന്റെ സ്ക്വയറും ഏരിയയും തമ്മിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇനി വളരെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു സ്റ്റുഡന്റിന് ഒരു ഡൗട്ട് വരും, എന്നാൽ ഇത് രണ്ടും പ്ലോട്ട് ചെയ്താൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുമോ? കിട്ടൂല. കാരണം ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. ആ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ മാത്രമേ സ്ട്രെയിറ്റ് ലൈൻ കിട്ടൂ. ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. അതുകൊണ്ട് ഇത് രണ്ടും പ്ലോട്ട് ചെയ്താൽ, ഒരു ഗ്രാഫ് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടൂല. ഇത് ഹയർ ലെവലിലുള്ള ഒരു ഐഡിയ ആണ്. ഈ ഐഡിയ അറിയാമെങ്കിൽ നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, ഇത് രണ്ടും പ്ലോട്ട് ചെയ്തിട്ട് ഇവിടെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫില് ഏരിയ x ആക്സിസിലും റേഡിയസ് y ആക്സിസിലും എടുത്തിട്ടുണ്ട്. റേഡിയസിന്റെ സ്ക്വയർ ഇല്ല. ഇത് രണ്ടും ചേർത്താണ് വരച്ചിരിക്കുന്നത്. ഈ രണ്ട് ക്വാണ്ടിറ്റിയും പ്രൊപ്പോർഷണൽ അല്ല. അതുകൊണ്ട് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് പരാബോളിക് ആണ്. പരാബോള എന്ന് പറയുമ്പോൾ ഇത് ഇപ്പുറത്ത് വരേണ്ടതാണ്. പക്ഷെ റേഡിയസിന് നെഗറ്റീവ് വാല്യൂ പറ്റില്ലല്ലോ. റേഡിയസിന്റെ മിനിമം വാല്യൂ 0 ആണ്. അതുകൊണ്ട് താഴോട്ട് ഗ്രാഫ് കിട്ടില്ല. ഈ കാണുന്നത് പരാബോളിക് ഷേപ്പ് എന്ന് പറയും. പരാബോളിക് ആണ്. അപ്പൊ ഇവിടെ പരാബോളിക് ഗ്രാഫ് കിട്ടുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, പ്രൊപ്പോർഷണൽ ആയിരിക്കുമ്പോൾ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയായ റേഡിയസിന്റെ സ്ക്വയറുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ട് ഇരിക്കുന്ന അവസരത്തിൽ ആ സ്ക്വയറും ഇതും കൂടി വരച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതേസമയം സ്ക്വയർ കളഞ്ഞിട്ട് ഈ r മാത്രം എടുത്ത് a-യുമായിട്ട് വരച്ചാൽ കിട്ടുന്നത് പരാബോളയാണ്. പരാബോളിക് ഗ്രാഫ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നുകൂടി പറയാം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകണമെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഒരെണ്ണം ചേഞ്ച് ചെയ്യുന്ന അതേ റേറ്റിൽ തന്നെ അടുത്തത് ചേഞ്ച് ചെയ്യണം. ഇൻക്രീസ് ആയാലും ശരി, ഡിക്രീസ് ആയാലും ശരി, സെയിം റേറ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഡബിൾ ആയാൽ രണ്ടും ഡബിൾ ആവണം, പകുതി ആയാൽ രണ്ടും പകുതിയാവും. എന്നാൽ മാത്രമേ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവും. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന ഗ്രാഫ് തീർച്ചയായും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്ക്വയറുമായിട്ടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എങ്കിൽ ആ സ്ക്വയറും ഫസ്റ്റ് ക്വാണ്ടിറ്റിയും ചേർത്ത് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. പക്ഷേ
സെക്കൻഡ് ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ കളഞ്ഞിട്ട് അതിന്റെ ഫസ്റ്റ് പവറും ആദ്യത്തെ ക്വാണ്ടിറ്റിയും ചേർത്ത് വരച്ചാൽ കിട്ടുന്നത് പരാബോളിക് ഗ്രാഫ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന ഐഡിയ അതിന്റെ ഏറ്റവും വലിയ ലെവൽ വരെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള എല്ലാ പ്രോബ്ലവും എല്ലാ സിറ്റുവേഷനും നിങ്ങൾക്ക് വളരെ വിദഗ്ധമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ പോർഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് ഒരു തവണ കേട്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നുകൂടിയോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ കേട്ട് ഇത് തറവാക്കേണ്ടതാണ്. ആവശ്യമുള്ള നോട്ട് തയ്യാറാക്കി വെക്കേണ്ടതാണ്. അടുത്ത ദിവസം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന ടേമാണ് എടുക്കുന്നത്. താങ്ക് യു.